വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷന് രൂപം കൊടുത്തു കേരളം. മുൻ രാജ്യസഭാ അംഗവും മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPIM നേതാവുമായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദാണ് ഈ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ. ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങളുള്ള ഈ അധ്യക്ഷൻ ഈ കമ്മീഷൻ പക്ഷേ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷയപ്പെടുന്നത്. ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന വയോജന ക്ഷേമ സംവിധാനമാണ് ലക്ഷ്യമിടുന്നതെന്ന് അധ്യക്ഷൻ കെ സോമപ്രസാദ് 24 ഇന്ന് കാലത്ത് പറഞ്ഞു. വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ എന്ന ഏറെ നാളത്തെ ആവശ്യം യാഥാർത്ഥ്യമാകുമ്പോൾ അത് കൊല്ലത്തിനും അഭിമാന നിമിഷമാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തുമ്പോൾ ഭരണിക്കാവ് എന്ന നാടിനുമത് ചരിത്ര നിമിഷം. സർക്കാരിന്റെ വയോജന നയം പരിഗണിച്ച് മികച്ച പ്രവർത്തനങ്ങളിലൂടെ വയോജനക്ഷേമം ഉറപ്പുവരുത്തുമെന്ന കെ സോമപ്രസാദ് 24നോട്. വയോജന സംരക്ഷണം, വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, വയോജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കൽ, ഇതെല്ലാം എങ്ങനെ വേണം എന്നത് അഭിപ്രായം പറയേണ്ടത് വയോജനങ്ങൾ മാത്രമല്ല അല്ലാത്തവരുമാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും ഈ ക്ഷേമ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എങ്ങനെ ക്ഷേമ പ്രവർത്തനമായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും മറ്റും അഭിപ്രായം തേടുകയും ആ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് അതിനനുസരിച്ചിട്ട് ഒരു പ്രവർത്തന പന്ഥാവ് വെട്ടിത്തെളിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച കെ സോമപ്രസാദ് EK നായനാർ മന്ത്രിസഭയിലെ തദ്ദേശ വകുപ്പ് മന്ത്രി VJ തങ്കപ്പന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, വാട്ടർ അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. CPIM പോഷക സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. ഗവൺമെന്റ് സെക്രട്ടറി പദവിയോടെയാണ് വയോജന കമ്മീഷൻ ചെയർപേഴ്സന്റെ നിയമനം. അർദ്ധ ജുഡീഷ്യൽ അധികാരവും കമ്മീഷനുണ്ടാകും. വഹിച്ച പദവികളിലെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അഡ്വക്കേറ്റ് കെ സോമപ്രസാദിന് പുതിയ കർമ്മപഥത്തിലും ചരിത്രമെഴുതാൻ കഴിയട്ടെ. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. എന്തായാലും ഈ ഒരു നിലയിലേക്ക് കെ സോമപ്രസാദ് എത്തിയത് എനിക്കും വ്യക്തിപരമായി വലിയ സന്തോഷമാണ്. ഞങ്ങൾ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഒരേ കാലം പഠിച്ചവരാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് കെ സോമപ്രസാദിനെ തന്നെ തിരഞ്ഞെടുത്തത് എന്തായാലും നന്നായി. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പൊതുപ്രവർത്തകനാണ് കെ സോമപ്രസാദ്. സോമപ്രസാദ്, താങ്കൾക്ക് എൻ്റെ എല്ലാവിധമായ വ്യക്തിപരമായ ആശംസകളും ഞാൻ നേരുകയാണ്. നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ ഈ കമ്മീഷന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.